45-ാം ദിവസം ദുഃഖവെള്ളി. വിശുദ്ധ വാരത്തിലെ ഏറ്റവും ഗൗരവമേറിയതും എന്നാൽ ഏറ്റവും അർത്ഥവത്വമായ ദിനമാണ് ദുഃഖവെള്ളി. സഹനത്തെ സ്നേഹം കൊണ്ട് എങ്ങനെ നേരിടാം എന്ന് ഈ ദിനം പഠിപ്പിക്കുന്നു. ഈ ദിനത്തിൻ്റെ ആത്മീയത എന്താണ്? ആഴമേറിയ സഹാനുഭൂതി, റാഡിക്കൽ എമ്പതി. എല്ലാം പൂർത്തിയായി. യോഹന്നാൻ 19:30 യേശു പറയുന്നത് എല്ലാം പൂർത്തിയായി എന്നാണ്. സ്നേഹിക്കാൻ ഇനിയൊന്നും ബാക്കിയില്ല എന്നർത്ഥമാണത്. തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി പോലും പ്രാർത്ഥിച്ചുകൊണ്ട് മരിക്കുന്നത് വഴി യേശു റാഡിക്കൽ ഫോർഗിവ്നെസ്, വിപ്ലവാത്മകമായ ക്ഷമ എന്ന പുതിയ പാഠം ഈ ലോകത്തിന് നൽകുകയാണ്. കുരിശിലെ മുറിവുകൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒപ്പുകളാണ്. നമ്മുടെ വേദനകളിൽ ദൈവം നമ്മോടൊപ്പമുണ്ട് എന്ന വലിയ സത്യമാണിത്. അല്പം മനഃശാസ്ത്രം. പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത്. സഹനം മനുഷ്യനെ തകർക്കുക മാത്രമല്ല പുനർനിർമ്മിക്കുകയും ചെയ്യും. ഇതിനെ മനഃശാസ്ത്രത്തിൽ പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത് എന്ന് വിളിക്കുന്നു. തീയിൽ വെന്തുരുകുമ്പോഴാണ് സ്വർണം ശുദ്ധമാക്കുന്നത്. അതുപോലെ ജീവിതത്തിൻ്റെ വലിയ തകർച്ചകളും സങ്കടങ്ങളും ഒരു വ്യക്തിയെ കൂടുതൽ കരുത്തനും പക്വതയുള്ളവനുമാക്കി മാറ്റുന്നു. റെസിലിയൻസ്, അതിജീവനശേഷി. സ്വന്തം വേദനകളെക്കാൾ അതിൻ്റെ അർത്ഥതലങ്ങൾ കണ്ടെത്തുന്നവർക്ക് മാനസികമായ വലിയ തകർച്ചകളെ അതിജീവിക്കാൻ കഴിയും. യേശുവിൻ്റെ സഹനം ലോകത്തിൻ്റെ രക്ഷ എന്ന വലിയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അത് സഹനത്തിന് അർത്ഥം നൽകുന്നു. 2026 മാർച്ച് അവസാന വാരത്തിലെ വാർത്തകളിൽ ത്യാഗത്തിൻ്റെ ചില വലിയ ഉദാഹരണങ്ങൾ കാണാം. ഇക്കഴിഞ്ഞ മാർച്ച് 27 ഇടുക്കിയിലെ മലയോര മേഖലയിലുണ്ടായ ഒരു പ്രകൃതിക്ഷോഭത്തിൽ സ്വന്തം വീട് തകരാൻ പോകുന്നത് കണ്ടിട്ടും അയൽക്കാരെ രക്ഷിക്കാൻ ഇറങ്ങിത്തിരിച്ച ഒരു യുവാവിൻ്റെ വാർത്ത മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു. മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാനായി തൻ്റെ സർവ്വ സമ്പാദ്യവും ത്യാഗം ചെയ്ത ആ യുവാവ് കുരിശിലെ സ്നേഹത്തിൻ്റെ ആധുനിക രൂപമായി മാറി. ആഗോളതലത്തിൽ നോക്കുകയാണെങ്കിൽ യുദ്ധഭൂമികളിൽ പരിക്കേറ്റവരെ ശുശ്രൂഷിക്കാൻ സ്വന്തം സുരക്ഷിതത്വം ഉപേക്ഷിച്ചു പോകുന്ന സന്നദ്ധ പ്രവർത്തകരുടെ എണ്ണം 2026 വർദ്ധിച്ചതായി അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. സ്നേഹത്തിന് അതിരുകളില്ല എന്ന ദുഃഖവെള്ളി സന്ദേശം ഇവിടെ പ്രായോഗികമാകുന്നു. ദുഃഖവെള്ളി അനുഭവം ജീവിതത്തിൽ നിലനിർത്താൻ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ക്ഷമിക്കുക, റാഡിക്കൽ ഫോർഗിവ്നെസ്. നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച, നിങ്ങൾ ഒരിക്കലും ക്ഷമിക്കില്ല എന്ന് കരുതിയ ഒരാളോട് ഇന്ന് മനസ്സുകൊണ്ട് ക്ഷമിക്കുക. ആ പകയുടെ ഭാരത്തിൽ നിന്ന് നിങ്ങളെ തന്നെ വിമുക്തമാക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ. രണ്ടാമതായി സാക്രിഫൈസ്, ത്യാഗം. നിങ്ങളുടെ സമയമോ പണമോ അല്പം മാറ്റിവെച്ച് ഇന്ന് സങ്കടപ്പെടുന്ന ഒരാളെ സഹായിക്കുക. ഒരു ഫോൺ കോളിലൂടെയോ ചെറിയ സഹായത്തിലൂടെയോ അവരുടെ വേദനയിൽ പങ്കുചേരുക. ഞാൻ എന്നോട് തന്നെ ചോദിക്കണം, എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ ഞാൻ വെറുപ്പോടുകൂടിയാണോ അതോ പ്രത്യാശയോടുകൂടിയാണോ നേരിടുന്നത്? ദുഃഖവെള്ളിക്ക് ശേഷം ഒരു ശനിയാഴ്ചയും ഞായറാഴ്ചയുമുണ്ട്. ത്യാഗമില്ലാതെ ഉയർപ്പില്ല എന്ന് കുരിശ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മുറിവുകളെ സ്നേഹം കൊണ്ട് സുഖപ്പെടുത്താനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ.